ആശ്വാസത്തിൻ്റെയും ആലാപനത്തിൻ്റെയും ദാസൻ ജെ.വി. പീറ്ററിൻ്റെ ജീവിത സംഗീതം. 1953 മെയ് 21 നാഗർകോവിലിൽ ജോസഫ് ജാനമ്മ ദമ്പതികളുടെ മകനായി ജനിച്ച പീറ്ററിന് ബാല്യകാലം തികച്ചും ആത്മീയ പശ്ചാത്തലമുള്ളതായിരുന്നു. തൻ്റെ പിതാവ് ഒരു ഫാർമസിസ്റ്റ് ആയിരുന്നെങ്കിലും ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഇടവേളകളിൽ സുവിശേഷ പ്രവർത്തനങ്ങളിലും മുന്നിട്ടിറങ്ങുന്ന പതിവുണ്ടായിരുന്നു. നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ആഴിയിൻ നാഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ബാലനായിരുന്ന പീറ്റർ ഈ പ്രവർത്തനങ്ങളിൽ പിതാവിനൊപ്പം ചേരുകയും രോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന വിധത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്തിരുന്നു. കൗമാരത്തിന് തുടക്കത്തിൽ തന്നെ നല്ലൊരു അക്കോർഡിയൻ പ്ലെയർ ആകാൻ പീറ്ററിന് സാധിച്ചു. സംഗീതത്തിനോടുള്ള അടങ്ങാത്ത അഭിവാഞ്ചയും ദൈവികമായ കഴിവുകളും ചേരുമ്പോഴുണ്ടാകുന്ന അസാധാരണ ഒരു പ്രതിഭാസമായിരുന്നു ആ സംഗീതമെന്ന് പിന്നീട് ലോകം തിരിച്ചറിഞ്ഞു. സിനിമാ ലോകത്തേക്ക് ഏത് വിധേനയും എത്തിപ്പെടാനും ഒരു സംഗീത സംവിധായകനായി അറിയപ്പെടാനുമായിരുന്നു തൻ്റെ മനസ്സിലെ ആഗ്രഹം. ചില സംഗീത ട്രൂപ്പുകളിൽ അംഗമായ പീറ്ററിന് കൂട്ടുകെട്ടുകൾ ലോകത്തിൻ്റെ അഴുക്ക് ചാലുകളിലേക്ക് നീളുന്നതായിരുന്നു. ക്രമേണ മദ്യപാനത്തിനും മറ്റു ദുശീലങ്ങൾക്കും വശംവദനായ പീറ്റർ തൻ്റെ മനസ്സിലെ സിനിമാ മോഹവുമായി മദ്രാസിന്റെ തെരുവീഥികളിലൂടെ അലഞ്ഞു. ആ ദിവസങ്ങൾക്കധികം ആയുസ്സുണ്ടായിരുന്നില്ല. കാൽമുട്ടിനൊരു വേദനയുമായി ഡോക്ടറിനെ കാണാനെത്തിയ പീറ്റർ തൻ്റെ അസുഖത്തിന്റെ പേരറിഞ്ഞു ഞെട്ടി. ബോൺ ക്യാൻസർ. അപ്പോൾ പീറ്ററിന് വെറും 16 വയസ്സ് മാത്രമായിരുന്നു പ്രായം. തൻ്റെ പിതാവ് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആയിട്ടും തനിക്കോ തൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാർക്കോ പീറ്ററിനെ രക്ഷിക്കാനായില്ല. എല്ലാവരും കൈയൊഴിഞ്ഞ പീറ്ററിന്റെ ജീവിതത്തെ വീണ്ടും ഇരുട്ടിന്റെ കൈകളിലേക്ക് തള്ളിയിടുന്നതായിരുന്നു പിതാവിൻ്റെയും ഏക സഹോദരിയായ മേഴ്സിയുടെയും വേർപാട്. ഇരുവരുടെയും മരണത്തോടെ പീറ്റർ വിഷാദത്തിന്റെ തടവറയിലായിരുന്നു. ഒപ്പം ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒറ്റപ്പെടുത്തുന്ന പെരുമാറ്റവും രോഗവും ഏകാന്തതയും തളർത്തിയ പീറ്ററിന് മുന്നിൽ ആത്മഹത്യയല്ലാതെ മറ്റു മാർഗങ്ങളില്ലായിരുന്നു. 19-ാം വയസ്സിൽ ജീവനൊടുക്കാൻ റെയിൽവേ ട്രാക്കിലേക്ക് നടന്നുപോയ പീറ്റർ ഒരു പിൻവിളി കേട്ടു. സുഹൃത്തായ ലക്ഷ്മണനായിരുന്നു അത്. പിൽക്കാലത്ത് ചാർലി പീറ്റർ എന്ന പേരിൽ അറിയപ്പെട്ട സുവിശേഷകനായിരുന്നു ആ യുവാവ്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട തന്നെ സ്നേഹിക്കുന്ന ദൈവത്തിനായി ജീവിതം മാറ്റിവെക്കാൻ വേണ്ടി പീറ്റർ തീരുമാനിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹം തന്റെ ഹൃദയത്തിൽ നിറഞ്ഞു. കണ്ണിൻ മുൻപിൽ പതരാതെ ഉന്നം വെച്ച വൈരി കണ്ണിൻ മുൻപിൽ പതരാതെ കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. ദൈവവചനം പഠിക്കുന്നതിനായി മധുരയിലെ AG ബൈബിൾ കോളേജിൽ ചേർന്നത് ഇക്കാലത്താണ്. എന്നാൽ രോഗം അതിന് മൂർധന്യാവസ്ഥയിൽ എത്തിയിരുന്നതിനാൽ അവിടെയും കടുത്ത അവഗണനയാണ് പീറ്ററിന് നേരിടേണ്ടി വന്നത്. 119-ാം സങ്കീർത്തനം മനപ്പാഠമാക്കി ചൊല്ലി കേൾപ്പിക്കണമെന്നും അതിന് കഴിവില്ലെങ്കിൽ ഇനി പഠിക്കേണ്ട എന്നുമായിരുന്നു കോളേജ് അധികാരികൾ പീറ്ററിനോടും ചില സുഹൃത്തുക്കളോടും പറഞ്ഞത്. രോഗത്തിന്റെ തീരാ വേദന അനുഭവിച്ച പീറ്ററിന് താങ്ങാവുന്നതിലേറെയായിരുന്നു അത്. പിന്നീട് പഠനം പൂർത്തിയാക്കാതെ പടിയിറങ്ങിപ്പോയ പീറ്ററിന് ഇതേ കോളേജ് 2009 വിളിച്ചു വരുത്തി ഗ്രാജുവേഷൻ നൽകി. എങ്കിലും കേവലം ഒരു സർട്ടിഫിക്കറ്റിന്റെ മാന്യതയായിരുന്നില്ല പീറ്ററിന് ദൈവം നൽകിയത്. ദൈവം ആർക്കും കടക്കാരനല്ലോ. യോർദാൻ കലങ്ങി മറിയും
പഠനം പാതി വഴിയിൽ മുടങ്ങിയപ്പോൾ ആകെ തകർന്നുപോയ പീറ്റർ ദൈവസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അന്നു രാത്രിയിൽ ദൈവം അത്ഭുതകരമായി അദ്ദേഹത്തെ വിടുവിച്ചു. 1978 തൻ്റെ ഭാര്യ നിർമ്മലയും മൂത്ത മകൻ നിനോയും രോഗബാധിതരായി. നിനോയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. എന്നാൽ ആശുപത്രിയിൽ ബില്ല് കൊടുക്കാൻ പോലും 500 രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പീറ്ററിന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നതാകട്ടെ വെറും 200 രൂപ മാത്രം. കുശവന്റെ കയ്യിൽ കളിമൺ എന്ന പോലെ സ്വയം ദൈവസന്നിധിയെ സമർപ്പിച്ച് രചിച്ചതാണ് തിരുക്കരത്താൽ എന്ന ഗാനം. വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ, കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. സഭാവ്യത്യാസമില്ലാതെ ഇന്നും ദൈവജനങ്ങൾ പാടി സ്തുതിക്കുന്ന ഒരുപിടി ഗാനങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് സമ്മാനിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ താങ്ങും കരങ്ങളുണ്ട്. നിനക്കായി കരുതും, മറുകരയിൽ നാം കണ്ടിടും, നിൻ സ്നേഹം പാടുവാൻ തുടങ്ങിയ 400ഓളം വരുന്ന ഗാനങ്ങൾ രചിച്ചത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ആയിരുന്നു. ദൈവത്തിനു വേണ്ടി ജീവിച്ച അദ്ദേഹത്തിൻ്റെ മരണവും ദൈവഹിതം തന്നെയെന്ന് നമുക്ക് വിശ്വസിക്കാം. 2012 ഓഗസ്റ്റ് മാസം 19-ാം തീയതി കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. എന്നാൽ അദ്ദേഹം രചിച്ച ഗാനങ്ങളിലൂടെ ദൈവം ഇപ്പോഴും JV പീറ്റർ എന്ന ദൈവദാസനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു.